അതെ സാർ. ഓക്കെ. അപ്പോ നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാന്നുള്ളത് ഈ പേപ്പറിലെ അവസാനത്തെ ചാപ്റ്റർ ആണ്, അഥവാ അനാലിസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഇത് 11th ചാപ്റ്റർ ആണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ ഇതിന് മുൻപ് കഴിഞ്ഞു പോയ പേപ്പർ ചാപ്റ്റേഴ്സ് നമ്മൾ ചർച്ച ചെയ്തത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്, അഥവാ നമ്പേഴ്സിനെ കുറിച്ചുള്ള ഡാറ്റയാണ്. എങ്ങനെ നമ്പേഴ്സ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുക, എങ്ങനെയാണ് നമ്പേഴ്സ് കളക്ട് ചെയ്യുക, അതിന്റെ ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണ്, അത് ഏതൊക്കെ ടെസ്റ്റ് വെച്ചാണ് അനലൈസ് ചെയ്യുക, അങ്ങനത്തെ അതിന്റെ ചാർട്ടുകള്, ഗ്രാഫുകൾ, അങ്ങനത്തെ പല കാര്യങ്ങളാണ് നമ്മൾ ഇതിനു മുമ്പുള്ള പല ചാപ്റ്ററുകളിലും ചർച്ച ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ടെക്സ്റ്റുകളായിട്ടുള്ള, ഒരുപാട് കഥകളായിട്ടുള്ള, ഒരുപാട് ഫാക്റ്റുകളായിട്ടുള്ള ഡാറ്റ. അതൊന്നും ഒരിക്കലും സിമ്പിളായിട്ട് നമുക്കൊരു കോളത്തിൽ ഒരു നമ്പറാക്കിയിട്ട് എഴുതാൻ പറ്റാത്ത ഡാറ്റകൾ, അതാണ് എന്ത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഒക്കെ നമുക്ക് ഹൗ മച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യുന്നതെങ്കിൽ ഉണ്ടാക്കണം, യൂസ് ചെയ്യാം. കാരണം ഒരു മനുഷ്യന്റെ എന്ത് പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ഒരു ഇമോഷൻ ഉണ്ടാകും. ആ ഇമോഷനെ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് പിന്നിലുള്ള ട്രൂ റീസൺ, യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് നമുക്ക് പലപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, മെഷർ ചെയ്യാനും പറ്റില്ല. അപ്പോഴൊക്കെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ യൂസ് ചെയ്യൽ എന്താണ് നമുക്ക് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ചാപ്റ്ററിൽ എങ്ങനെയൊക്കെ ഏതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളാണ് നമുക്ക്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഥവാ ഹൗ മെനി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അഥവാ നമ്പേഴ്സ് എങ്കിൽ, വൈ അതല്ലെങ്കിൽ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസിനുള്ള ഡെപ്തിലുള്ള ആൻസേഴ്സ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ആയിട്ട് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ചോക്ലേറ്റ് കമ്പനി തുടങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്തറിയണം, ഒരു നാട്ടിൽ എത്ര ആൾക്കാർ ചോക്ലേറ്റ് തിന്നുന്നുണ്ട് എന്ന് അറിയണം. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ യൂസ് ചെയ്യും. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, അഥവാ എത്ര പേരാണ് ഒരു നാട്ടിൽ ചോക്ലേറ്റ് തിന്നുന്നത്, അതെന്താണ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആണ്. ഇപ്പൊ ഒരു 1000 ആൾക്കാരുടെ നാടാണെങ്കിൽ 500 ആൾക്കാർ ചോക്ലേറ്റ് തിന്നു, അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്താണ്, വൈ, എന്തുകൊണ്ടാണ്, എന്ത് ഇമോഷൻ കാരണത്താലാണ് ജനങ്ങൾ ചോക്ലേറ്റ് തിന്നുന്നത്. അതെന്തായേക്കാം, ഒന്നെങ്കിൽ സന്തോഷത്തിനായേക്കാം, ഒന്നെങ്കിൽ ഒരു കുട്ടിയുടെ പിറന്നാൾ വേണ്ടിയാവാം, അതല്ലെങ്കിൽ തന്റെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയാവാം, അതല്ലെങ്കിൽ തന്റെ ഫ്രണ്ട്സ് എന്തെങ്കിലും പരീക്ഷയിൽ വിജയിച്ചു, അദർഷ്യൻസ് അതിന് പിന്നിൽ ഉണ്ടാകും. അപ്പോ ഇങ്ങനത്തെ ഇമോഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമാണ്. ഇതെന്താണ് ഓരോരുത്തരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച്, പേഴ്സണൽ കാര്യങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാക്കും. അതിങ്ങനെ ഓരോരുത്തരുടെയും സ്വന്തം തോട്ട്സിനും എക്സ്പീരിയൻസിനൊക്കെ അനുസരിച്ച് എന്താണ് ഈ ഒരു ആൻസേഴ്സ്, സെയിം ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ സബ്ജക്റ്റിവിറ്റി ആണ് നമ്മുടെ ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്നുള്ളത്. ഓക്കെ. ഫർസാനക്ക് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ള എന്താണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ
ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് വ്യത്യാസങ്ങളാണ്. ഇതിന്റെ ഒരു കമ്പാരിസനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഫീച്ചർ മെത്തേഡ്, അഥവാ നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? ക്വാണ്ടിറ്റേറ്റീവ് അഥവാ നമ്പേഴ്സ് വെച്ച് നമ്മൾ ഒരു റിസർച്ച് യൂസ് ചെയ്യും. ടോപ്പ് ഡൗൺ എന്ന് പറയും. നമ്മളെ അത് വെരിഫൈ ചെയ്യും. അതാണ് തിയറി ചെക്ക് ചെയ്ത്. പക്ഷെ ക്വാളിറ്റേറ്റീവ് അതെന്താണ്? ഒരു ഇൻഡക്റ്റീവ് ആണ്, ബോട്ടം അപ്പ് ആണ്. നമുക്ക് കൃത്യമായിട്ട് ഒരു തിയറി ഉണ്ടാവില്ല. നമ്മൾ കേട്ട പല കഥകളും പല ചരിത്രങ്ങളും പല ഇമോഷൻസും പല നെറേറ്റീവ്സും അതൊക്കെ വെച്ച് നമ്മൾ അതിന്റെ മേലെ എന്താക്കുന്ന ഒരു തിയറി ഉണ്ടാക്കും. അതാണ് ദി ബോട്ടം അപ്പ്, അതല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. ഇനി ഫോക്കസ് പറയുകയാണെങ്കിലോ, ക്വാണ്ടിറ്റേറ്റീവിന്റെ ഫോക്കസ് എന്താണ്? ഭയങ്കര നാരോ ആണ്. ചെറിയ എന്തെങ്കിലും ഒരു കാര്യത്തെ ആയിരിക്കും നമ്മോട് ചർച്ച ചെയ്യുക. പക്ഷെ എന്ത് ക്വാളിറ്റേറ്റീവ് എന്നുള്ളത് ഒരു വൈഡർ ആയിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള കാര്യങ്ങളെയാണ് മൊത്തത്തിലാണ് ചർച്ച ചെയ്യുക. പിന്നെ സെറ്റിംഗ്, ഡാറ്റ ടൈപ്സ്, റിസൾട്ട്സ്. ഡാറ്റ ടൈപ്പ് ഒക്കെ പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസൾട്ട്സിന്റെ ഡാറ്റ ടൈപ്പ് എന്നൊക്കെ ആയിരിക്കും വേരിയബിൾസ് ആയിരിക്കും, അഥവാ നമ്പേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനത്തെ ആണെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസൾട്ട്സിൽ അത് വേർഡ്സും ഇമേജസും കാറ്റഗറീസും ആയിരിക്കും. അതെല്ലാം ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡാറ്റ ടൈപ്പ് ആയിട്ട് ക്വാളിറ്റേറ്റീവ് വരിക. പിന്നെ റിസൾട്ട് ആണെങ്കിലോ, റിസൾട്ടുകൾ ക്വാണ്ടിറ്റേറ്റീവ് എന്തായിരിക്കും? ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ടുകള്, ഒരുപാട് KPIs, ടെസ്റ്റ് റിസൾട്ട്, അതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് നമ്പർ ബേസ്ഡ് അനാലിസിസ് വരികയെങ്കിൽ ഒരുപാട് നെറേറ്റീവുകളും കഥകളും കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരിക. ഓക്കെ, കുറച്ചാണ് മനസ്സിലായില്ല. അഥവാ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ആണ് ഈ ഒരു 5 കാറ്റഗറീസ് വെച്ച് മെത്തേഡ്, ഫോക്കസ്, സെറ്റിംഗ്, ഡാറ്റ ടൈപ്പ്, റിസൾട്ട്സ്, ഈ ഒരു 5 കാറ്റഗറി വെച്ച് നമ്മളിവിടെ വിശദീകരിച്ചത്. അപ്പൊ ഇതൊക്കെ എക്സാമിന് വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ എന്താക്കുക, മനസ്സിലാക്കി വെക്കുക. 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് എന്താണ്, ക്വാളിറ്റേറ്റീവ് എന്താണ് എന്നുള്ളതാക്കുക. എന്താ ഓരോ പ്രധാനപ്പെട്ട 2-3 കീവേഡ്സ് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ആ കീവേഡ്സ് വെച്ചിട്ട് 2 ഉദാഹരണങ്ങളൊക്കെ ആഡ് ചെയ്ത് എന്താക്കുക, ഒരു നെഗറ്റീവ് വെച്ചാൽ കൂടെ എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ കുറച്ച് മെത്തേഡ്സ് പഠിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ സ്ലൈഡ്. അഥവാ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ്സ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 5 മെത്തേഡ്സ് ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഫിനോമിനോളജി, ദ സെക്കൻഡ് വൺ എത്നോഗ്രഫി, ദ തേർഡ് വൺ ഗ്രൗണ്ടഡ് തിയറി, ആൻഡ് ദ ഫോർത്ത് വൺ പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച്, വിച്ച് ഈസ് PAR. ഫിനോമിനോളജി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താക്കണം, ഒരുപാട് ലിവ്ഡ് എക്സ്പീരിയൻസ്, ജീവിതാനുഭവങ്ങൾ നമുക്ക് അറിയണം. അപ്പോ ആ ജീവിതം അനുഭവിച്ച ആൾക്കാരുടെ ഇത് ചോദിച്ചുകൊണ്ട് ആ അനുഭവങ്ങളുടെ പിന്നിലുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്തൊക്കെയായിരുന്നു, അപ്പോഴത്തെ ഇമോഷൻസ് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഫിനോമിനോളജി എന്ന് പറയുന്നത്. ഇതൊന്നും ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരുപാട് നമ്പേഴ്സ് വെച്ചിട്ടോ അതല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് സർവേ വെച്ചിട്ടൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. മെഷർ ചെയ്യാനോ സ്കെയിൽ ചെയ്യാനോ നമുക്ക് കഴിയില്ല. നമുക്ക് ഒരുപാട് സംസാരിച്ചിട്ട് അവരുടെ കഥകളും അനുഭവങ്ങളും ഒക്കെ കേട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അതാണ് എന്നുള്ള ഈ ഒരു റിസർച്ച് മെത്തഡോളജി. രണ്ടാമത്താണ് എന്ത്, എത്നോഗ്രഫി. എത്നോഗ്രഫി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സയൻസ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡൊമൈൻ, ഒരു ഏരിയ ആണ് എന്ത്, എത്നോഗ്രഫിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ ഒരു വിഷയം ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടും ഒരുപാട് ചർച്ചകൾ ചെയ്തും ഒരുപാട് റിസർച്ച് പേപ്പറുകൾ വായിച്ചിട്ടും സർവേ നടത്തിയൊക്കെ പഠിക്കുന്നതിന് പകരം ആ നാട്ടിൽ പോയി എവിടെയാണോ റിസർച്ച് നടക്കുന്നത്, എവിടെയാണോ ഒരു പ്രശ്നം നടക്കുന്നത്, അവിടെ പോയി ജീവിച്ചിട്ട് ആ കാര്യം മനസ്സിലാക്കിയെടുക്കുക. അതിനെന്ത് പറയാ, എത്നോഗ്രഫി എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു വില്ലേജിനെ കുറിച്ച് പഠിക്കാനുണ്ട്.
ആ വില്ലേജിനെ കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതിന് പകരം ഒരു വർഷത്തോളമോ അതല്ലെങ്കിൽ ഒരു 6 മാസത്തോളമോ പോയിട്ട് അവരിൽ ഒരാളായി ജീവിച്ചുകൊണ്ട് അവരുടെ കൾച്ചറും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതെങ്ങനെയാണ് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതൊരു റിസർച്ച് ആക്കി മാറ്റാം. അതിനെന്താ പറയുക, എത്നോഗ്രഫി എന്ന് പറയുന്നത്, അഥവാ ദ പോർട്രേറ്റ് ഓഫ് എ പീപ്പിൾ. ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിച്ഛായ നമുക്ക് എന്താകും അവിടെ നിന്ന് കിട്ടും. തേർഡ് വൺ ഈസ് ഗ്രൗണ്ടഡ് തിയറി. ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു തിയറി ഒന്നും ആയിട്ട് പോവാതെ, ഫിക്സഡ് ആയിട്ടൊരു തിയറി ഒന്നും ആയിട്ട് പോവാതെ നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ എന്താക്കുക ഒരു തിയറി ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് എന്താ പറയുക, ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയാം. പിന്നെ നാലാമത്തെ പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് എന്ന് പറയുകയാണെങ്കിൽ ഈ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാകും. അവരും റിസർച്ചറും കൂടി ഒരുപാട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയാ അഥവാ പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് എന്ന് പറയാം. പിന്നെ അഞ്ചാമത്തതാണ് കേസ് സ്റ്റഡീസ്. കേസ് സ്റ്റഡീസ് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു വിഷയത്തെ കുറിച്ച് എല്ലാവരും ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക. അതിന്റെ പല ഡൈമെൻഷനിൽ നിന്നുള്ള പെർസ്പെക്റ്റീവുകളും പല പെർസ്പെക്റ്റീവിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തെ ഇൻഡെപ്ത് പഠിക്കുന്നതിന് എന്ത് പറയുക, കേസ് സ്റ്റഡി എന്ന് പറയുക. ഇതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ചില നമ്പേഴ്സിലോ അതല്ലെങ്കിൽ ചില ടേബിൾസ് അതല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ചില എക്സൽ ഫയലിലൊന്നും ഈ പഠനങ്ങൾ ഒതുങ്ങൂല. ഇതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുകള്, കഥകള്, ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പ്ലനേഷൻസ്, നെറേറ്റീവ്സ്, ഇതൊക്കെയാണ് ഈ പഠനങ്ങളുടെ ഒക്കെ ഒരു ആകത്തുകയായിട്ട് റിസൾട്ട് ആയിട്ട് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ 5 മെത്തേഡ്സ്. ഓക്കെ, അപ്പോ ഈ 5 ഒരിക്കലും മറക്കരുത്. ഫിനോമിനോളജി, എത്നോഗ്രഫി, ഗ്രൗണ്ടഡ് തിയറി, പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് ആൻഡ് കേസ് സ്റ്റഡീസ്. ഓക്കെ, അവസാനം മനസ്സിലായോ? എന്തെങ്കിലും സംശയം കണ്ടതിൽ ഏതെങ്കിലും? ഓക്കെ ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാം, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റേറ്റീവ് ഡാറ്റ റിസർച്ചിന്റെ 5 ടൈപ്സുകൾ പറഞ്ഞു. പിന്നെ എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, അതിന്റെ ഇമ്പോർട്ടൻസ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയും റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ കമ്പാരിസൺ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷന്റെ മെത്തേഡ്സ് ആണ്. ഏതൊക്കെയാണ് മെത്തേഡ്സ്? പ്രധാനമായിട്ടും 6 മെത്തേഡ്സ് ആണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. The first one is observations. The second one is interviews. The third one is focus group discussions. The fourth one is written documents. And the fifth one is file sort technique. And the last one is life history. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാം. എന്താണ് ഒബ്സർവേഷൻസ്? ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നോക്കാം, നമുക്ക് ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അതിനെന്താക്കുക, കൃത്യമായി നിരീക്ഷിച്ച്, ദൂരത്ത് നിന്നുണ്ടാക്കുക നിരീക്ഷിച്ച്, ഒരുപാട് നമ്മൾ അങ്ങോട്ട് ചെന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതെ അതല്ലെങ്കിൽ ഇടപെടാതെ ഇന്റർവ്യൂ ചെയ്യാതെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് എന്താ പറയുക, ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അങ്ങാടിയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു അങ്ങാടിയിലുള്ള ജനങ്ങളുടെ ഒരു ബിഹേവിയർ നമുക്ക് പഠിച്ചില്ലെങ്കിൽ അങ്ങാടിയിൽ ഇറങ്ങി എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുന്നതിന് പകരം അങ്ങാടി പോയിട്ട് നോക്കാം, ഒന്ന് നിരീക്ഷിക്കുക, എന്തൊക്കെയാണ് ജനങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ജനങ്ങളുടെ ബിഹേവിയർ എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതൊരു ഒബ്സർവേഷൻ ആണ്. ഓക്കെ, അതൊരു എന്താണ്, മെത്തേഡാണ്. രണ്ടാമത്തതാണ് എന്ത്, ഇന്റർവ്യൂസ്. ഇന്റർവ്യൂസ് എന്നുള്ളതാണ് ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മെത്തേഡിലെ ദ മോസ്റ്റ് കോമൺ ടൂളാണ് എന്ത്, ഇന്റർവ്യൂസ് എന്നുള്ളത്. അപ്പോ 1-to-1 ആയിട്ട് ഒരാളോട് ഒരുപാട് ചോദ്യങ്ങൾ റീസെറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിന്റെ ആൻസേഴ്സ് കിട്ടുന്നു. അപ്പോ ഒരു ഇന്റർവ്യൂവിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്നുള്ളത് അവർക്ക് ആവശ്യമായിട്ടുള്ള
ആൻസേഴ്സ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആദ്യം പ്രീസെറ്റ് ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ആൻസേഴ്സ് മാത്രം നമുക്ക് കിട്ടുന്നു. അതിനായിട്ട് നമുക്ക് എക്സ്ട്രാ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നില്ല. പിന്നെ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഏറ്റവും മറ്റു പല സ്ഥലത്തും ഷെയർ ചെയ്യാത്ത പല യുണീക്ക് ആയിട്ടുള്ള പല പെർസ്പെക്റ്റീവുകളും കഥകളും നെറേറ്റീവുകളും ഒക്കെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഒരുപാട് പ്രത്യേകതകൾ എന്തിനുണ്ട്? ഇന്റർവ്യൂസിന് ഉണ്ട്. ഇനി മൂന്നാമത്തേതാണ് എന്ത്? ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ, GD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള പോലെ നമ്മളൊരു 5-6 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു വിഷയം ഇട്ടുകൊടുക്കും. എന്നിട്ട് അവരുണ്ടാക്കുന്ന ആ വിഷയത്തിന്റെ പേര് മുറിച്ചുണ്ടാക്കുന്നു, ചർച്ച ചെയ്യുന്നു. അതിന്റെ പല പെർസ്പെക്റ്റീവിൽ നിന്നും പല ഡയമെൻഷനിൽ നിന്നും അതൊക്കെ ചർച്ച ചെയ്ത് ബ്രെയിൻസ്റ്റോം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താക്കുന്നു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനും ആവശ്യത്തിലുള്ള പല എന്താ പറയാ രീതിയിലും അതിന് പഠന വിധേയമാക്കാൻ നമ്മൾ എന്താക്കുന്നു, സഹായിക്കുന്നു. അതാണ് എന്ത്? ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. പിന്നെ നാലാമത്തേതാണ് എന്ത്? റിട്ടൺ ഡോക്യുമെന്റ്സ്. റിട്ടൺ ഡോക്യുമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒറ്റ മിനിറ്റ്. ഓക്കെ, റിട്ടൺ ഡോക്യുമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു വിഷയത്തെ കുറിച്ച് പഠിക്കാനുണ്ടെങ്കിൽ ഒരുപാട് ഇന്റർവ്യൂവും അതല്ലെങ്കിൽ ഒബ്സർവേഷൻ അതൊന്നും നടത്താതെ ആ വിഷയത്തിൽ രചിക്കപ്പെട്ട ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ടാകും. അത് പുസ്തകങ്ങളാവാം, അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിലെ ആർട്ടിക്കിൾസ് ആവാം, അതല്ലെങ്കിൽ ബ്ലോഗുകളാവാം, അതല്ലെങ്കിൽ എന്തുമാവാം. അപ്പൊ അതൊക്കെ എടുത്ത് പഠിച്ചിട്ട് അതിൽ നിന്ന് ഒരു എന്താക്കുക, റിസർച്ച് കെട്ടിപ്പടുക്കുക. അതിനാണ് എന്താ പറയാ, റിട്ടൺ ഡോക്യുമെന്റ്സ് യൂസ് ചെയ്തിട്ടുള്ള പഠനം എന്ന് പറയുന്നത്. അഞ്ചാമത്തതാണ് എന്ത്? ഫയൽ സോർട്ട് ടെക്നിക്ക്. ഫയൽ സോർട്ട് ടെക്നിക്ക് നിങ്ങൾ ആരും ചിലപ്പോ കേട്ടിരിക്കാനും ചാൻസ് ഇല്ല. ഫർസാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ ഫയൽ സോർട്ട് ടെക്നിക്ക്? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ അപ്പൊ ഫയൽ സോർട്ട് ടെക്നിക്ക് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിൾ ആയ ഒരു സൈക്കോളജി, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സൈക്കോളജി പഠിക്കാനായതുകൊണ്ട് ഒരു സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അഥവാ ഒരുപാട് കാർഡ് അതല്ലെങ്കിൽ ഒരുപാട് ഒബ്ജക്റ്റുകൾ നമ്മുടെ ആരെയാണ് നമ്മൾ ഇന്റർവ്യൂ അതല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് അതിനെ ഒന്ന് സോർട്ട് ചെയ്യാൻ പറയുന്നു. അപ്പോ ആ സോർട്ട് ചെയ്തെടുക്കുന്ന പാറ്റേൺസ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നുണ്ടാക്കുക ആ ആളുടെ ക്യാരക്ടർ അതല്ലെങ്കിൽ ബിഹേവിയർ മനസ്സിലാക്കുന്നതിന് എന്ത് പറയാ, ഫയൽ സോർട്ട് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പല ആൾക്കാരും പല കാര്യങ്ങളെയും സോർട്ട് ചെയ്യുന്നത് പല പാറ്റേൺസ് ഉണ്ടാകും. അപ്പൊ ആ പാറ്റേൺസിൽ നിന്ന് ആ ഒരാളുടെ സൈക്കോളജിക്കൽ അതല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ടുള്ള പല തീമുകളെയും പാറ്റേൺസിനെയും ഒക്കെ എന്താക്കാൻ പറ്റും, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത് പറയുന്നത്, ഫയൽ സോർട്ട് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആറാമത്തതാണ് എന്ത്? ലൈഫ് ഹിസ്റ്ററി. ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരാളുടെ ബയോഗ്രഫി എന്നൊക്കെ പറയൂലേ, അപ്പൊ അതേപോലെ ഒരാളുടെ ജീവിതം മൊത്തം എന്താക്കുക, ഏറ്റുചെറ്റി ഒരു അതിന്റെ ബയോഗ്രഫി ഇങ്ങോട്ട് എന്താക്കുക, ഡോക്യുമെന്റ് ചെയ്തെടുക്കുക. എന്നിട്ട് എന്താക്കുക, അങ്ങനെ പല ആളുകളുടെയും ഡോക്യുമെന്റ് ആയിട്ടുള്ള ജീവിത ബയോഗ്രഫികൾ യൂസ് ചെയ്തിട്ട് പഠനങ്ങൾ നടത്തും. അതിനാണ് എന്താ പറയാ, ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്ത്, 6 ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാനുള്ള 6 മെത്തേഡ്സ്. ഓക്കെ, അപ്പൊ ഈ 6 ഒരിക്കലും മറക്കരുത്. 6 അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ, അതിന്റെ ഓരോ ഉദാഹരണങ്ങൾ ഇതെല്ലാവരും എന്താക്കണം, മനസ്സിലാക്കി വെക്കണം. 6 ഏതൊക്കെയാണ്? ഒന്നാമത് ഒബ്സർവേഷൻസ്, ഇന്റർവ്യൂസ്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, റിട്ടൺ ഡോക്യുമെന്റ്സ്, ഫയൽ സോർട്ട് ടെക്നിക് ആൻഡ് ലൈഫ് ഹിസ്റ്ററി. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകട്ടെ. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ക്വാളിറ്റേറ്റീവ് സാമ്പിളിംഗ് ടെക്നിക്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ക്വാളിറ്റേറ്റീവ് എന്നുള്ളത് എന്താണ്, റിസർച്ച് എന്നുള്ളത് ഒരു വൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമ്മുടെ റിസർച്ചിൽ വരുന്ന
എല്ലാ ആൾക്കാരോടും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഇന്റർവ്യൂ നടത്താൻ പറ്റുമോ? പറ്റില്ല. അതിനെന്താണ് ഒരുപാട് ടൈം എടുക്കും, എഫേർട്ട് എടുക്കും, ചിലപ്പം പൈസയും ചെലവാകും. അപ്പൊ അത്രയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് എഫേർട്ട് ഇടാനോ ടൈം ചെലവഴിക്കാനോ കഴിയില്ല. അപ്പൊ നമ്മൾ എന്താക്കും, മൊത്തം പോപ്പുലേഷനെ കുറിച്ച് എല്ലാ മെമ്പേഴ്സിനെ കുറിച്ചും പഠിക്കാതെ ആ പോപ്പുലേഷനിലെ ഒരു സാമ്പിൾ എടുക്കും. അഥവാ കുറച്ച് മെമ്പേഴ്സിനെ മാത്രം നമ്മൾ എന്താക്കും, പഠിക്കാൻ ശ്രമിക്കും. എന്നിട്ട് ആ കുറച്ച് മെമ്പേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സ് അത് എന്താണെങ്കിലും ഇത് മൊത്തം പോപ്പുലേഷനിലും മൊത്തത്തിലുള്ളതാണ് എന്ന് നമ്മൾ എന്താക്കും, അനുമാനിക്കും. ഓക്കെ, അതാണ് സാധാരണ റിസർച്ചിൽ നടക്കാറ്. അങ്ങനെ സാമ്പിൾസ് തെരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് സാമ്പിൾസ് തെരഞ്ഞെടുക്കുന്നത്? ഓക്കെ, ആ സാമ്പിൾസ് തെരഞ്ഞെടുക്കാനുള്ള 4 ടെക്നിക്കാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് 4 ടെക്നിക്ക്? സ്നോബോൾ സാമ്പിളിംഗ്, കൺവീനിയൻസ് സാമ്പിളിംഗ്, എക്സ്ട്രീം ഡീവിയന്റ് കേസ് സാമ്പിളിംഗ്, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഹോമോജീനിയസ് സാമ്പിളിംഗ്. ഓക്കെ, സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുകയാണെങ്കിൽ, സിമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മൾ എന്താക്കുന്നു, ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നു. അങ്ങനെ ആ ഇന്റർവ്യൂ ചെയ്യപ്പെട്ട ആൾ എന്താക്കുന്നു, വേറെ ആളെ റെഫർ ചെയ്യുന്നു. അങ്ങനെ എന്താക്കുന്നു, ആ ആളെ റെഫർ ചെയ്യപ്പെട്ട ആളെ ഇന്റർവ്യൂ ചെയ്യുന്നു. അങ്ങനെ എന്താ പറയുക, ഒരു മണി ചെയിനൊക്കെ മാതിരി എന്താക്കുന്നു, ഒരു ചെയിനായിട്ട് എന്താക്കുന്നു നമ്മുടെ ഇന്റർവ്യൂസ് പോകുന്നു. ഓക്കെ, അത് നല്ലൊരു സ്നോബോൾ എഫക്റ്റ് എന്നൊക്കെ പറയില്ല. അഥവാ എന്ത്, ഒരു സ്ഥലത്ത് ഒരു മഞ്ഞ് വിൽക്കുകയാണെങ്കിൽ അതിന്റെ അടുത്ത സ്ഥലത്തേക്കൊക്കെ എന്താകും, ഇങ്ങനെ മഞ്ഞിങ്ങനെ എന്താവും, വീണുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള സ്ഥലത്തൊക്കെ എന്താക്കും, അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകും. അപ്പൊ അതേപോലെ നമ്മൾ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ അയാളുടെ റെഫറൽ ത്രൂ വേറെ ആളുകൾ ഇന്റർവ്യൂയിലേക്ക് വരുന്നു, പിന്നെ അങ്ങനെ അടുത്ത ആൾ ഇന്റർവ്യൂയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു ചെയിനായിട്ട് ഇന്റർവ്യൂസ് പോകുന്നതിന് എന്ത് പറയാ, സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരുപാട് നമുക്ക് ആക്സസ് ഒന്നും കിട്ടാത്ത ഒരുപാട് പോപ്പുലേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ വില്ലേജ് പോയിട്ട് നമുക്ക് എന്താക്കാം, ഇന്റർവ്യൂ ചെയ്യണം. അവിടെയുള്ള ആരെയും നമുക്ക് അറിയൂല. അപ്പൊ നമ്മൾ എന്താക്കും, നമുക്ക് എങ്ങനെയെങ്കിലും ഒരാളോട് എന്താക്കും, നമ്മൾ പരിചയം ഉണ്ടാക്കും. എന്നിട്ട് അയാൾ ഇന്റർവ്യൂ ചെയ്യും. എന്നിട്ട് അയാൾ എന്താക്കും, ഓന്റെ ഒരു ഫ്രണ്ടിനെ നമുക്ക് റെഫർ ചെയ്ത് തരും, പരിചയപ്പെടുത്തി തരും. എന്നിട്ട് ആ ഫ്രണ്ടിന് പോയി ഇന്റർവ്യൂ ചെയ്യും. അപ്പൊ ആ ഫ്രണ്ടിന് വേറൊരു ഫ്രണ്ടിനെ നമുക്ക് റെഫർ ചെയ്ത് തരും. അങ്ങനെ എങ്ങനെയാണ് എന്താക്കും, നമുക്ക് ആ ഒരു വില്ലേജിലെ പല ആളുകളിലേക്ക് നമുക്ക് എന്താക്കും, ആക്സസ് കിട്ടും. അതാണ് എന്ത്, സ്നോബോൾ സാമ്പിളിംഗിന്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്നുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? സെക്കൻഡ് വൺ ഈസ് കൺവീനിയൻസ് സാമ്പിളിംഗ്. കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇന്റർവ്യൂവിന് ചോദിക്കാൻ പറ്റിയ, അതല്ലെങ്കിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയ, അതല്ലെങ്കിൽ നമുക്ക് ഒരു ഹെൽപ്പ് ചോദിക്കാൻ പറ്റിയ ആക്സസിബിൾ ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം ചോദിക്കുന്നത് എന്താ പറയാ, കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ കൺവീനിയൻസ്, നമുക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആണ്, ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ ഘടകം. ഓക്കെ, പക്ഷെ ഇത് ഭയങ്കര പ്രാക്ടിക്കൽ ആണ്, കംഫർട്ടബിൾ ആണ്, സിമ്പിൾ ആണ് എന്നൊക്കെയാണെങ്കിലും ഇവിടെ എന്തുണ്ട്, ബയാസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിനെ ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, ഒരു സബ്ജക്ട്സ് ആയിട്ട് അതല്ലെങ്കിൽ സാമ്പിൾസ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അതില് നമുക്ക് കിട്ടുന്ന പല റെസ്പോൺസുകൾ എന്തായിരിക്കും, ബയാസ്ഡ് ആയിട്ടുള്ളത്. അഥവാ നമ്മളാണല്ലോ റിസർച്ച് നടത്തുന്നത്. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സിൽ അതല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യത്തിനനുസരിച്ചുള്ള റെസ്പോൺസ് ആയിരിക്കും തരുന്നത്. അവിടെ എന്തുണ്ട്, ബയാസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ സാമ്പിളിംഗ് ആണ് എന്ത്, എക്സ്ട്രീം ഡീവിയന്റ് കേസ് സാമ്പിളിംഗ്. അഥവാ സാധാരണ നമുക്ക് കിട്ടുന്ന ജനറൽ പോപ്പുലേഷൻ അതല്ലെങ്കിൽ ജനറൽ ആൾക്കാരിൽ നിന്നൊന്നും എക്സ്പീരിയൻസ് അതല്ലെങ്കിൽ ഇന്റർവ്യൂ എടുക്കാണ്ട് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള അതല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അവരിൽ നിന്ന് മാത്രം ഇന്റർവ്യൂ അതല്ലെങ്കിൽ സർവേ കളക്ട് ചെയ്യാം. ഇതിനെന്താ പറയാ, എക്സ്ട്രീം കേസ് സാമ്പിളിംഗ് അതല്ലെങ്കിൽ ഡീവിയന്റ് കേസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോ ആ ഡിസാസ്റ്ററിൽ സർവൈവ് ചെയ്ത സർവൈവേഴ്സ് അപ്പൊ അവരെ പോയി ഇന്റർവ്യൂ ചെയ്യുക. അപ്പൊ അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, അതല്ലെങ്കിൽ അവരുടെ റെസിലിയൻസ് മനസ്സിലാക്കുക. അതൊക്കെ എന്താണ് ഈ ഒരു സാമ്പിളിങ്ങിന്റെ ഭാഗമാണ്. ഓക്കെ,
ഒരു 2 മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് എന്തായിരുന്നു? 3 സാമ്പിളിംഗ് ടെക്നിക്ക് നമ്മൾ പറഞ്ഞു. സ്നോബോൾ സാമ്പിളിംഗ് പറഞ്ഞു, കൺവീനിയൻസ് സാമ്പിളിംഗ് പറഞ്ഞു, എക്സ്ട്രീം കേസ് സാമ്പിളിംഗും നമ്മൾ ചർച്ച ചെയ്തു. ഇനി 4-ാമത്തേതാണ് എന്ത്? ഹോമോജീനിയസ് സാമ്പിളിംഗ്. ഹോമോജീനിയസ് സാമ്പിളിംഗ് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും സാമ്പിളിംഗ് എന്തായിരിക്കണം? വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആൾക്കാരെ എന്താക്കണം? സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ എന്താവുള്ളൂ, പല ടൈപ്പ് ഓഫ് കാറ്റഗറീസിലുള്ള ആൾക്കാരിൽ നിന്നുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവുകളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഈ ഹോമോജീനിയസ് സാമ്പിളിംഗിൽ എന്താക്കുന്നു? നമ്മള് ഒരേ ടൈപ്പായ ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുന്നു. അതിനാണ് എന്താ പറയാ? ഹോമോജീനിയസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ജനറേഷൻ സ്റ്റുഡൻസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു സ്കൂളിൽ, അതല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രൈവറ്റ് സ്കൂളിലെ ഒരു ഫസ്റ്റ് ജനറേഷൻ സ്റ്റുഡൻസിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാം. അതല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര പ്രൈവറ്റ് കോളേജുകളിലെ ഫീമെയിൽ ഡോക്ടേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പോ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ എക്സ്പീരിയൻസുകളും അവരുടെ ഒപ്പീനിയൻസും ഒക്കെ ഏകദേശം സെയിം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താവില്ല, മൊത്തത്തിലുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ നെറേറ്റീവുകളോ അതല്ലെങ്കിൽ പല പെർസ്പെക്റ്റീവിലുള്ള ആശയങ്ങളോ നമുക്ക് ഇപ്പൊ കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് ഈ ഹോമോജീനിയസ് സാമ്പിളിങ്ങിന്റെ ഒരു കുഴപ്പം. ഇതൊക്കെയാണ് ഈ 4 ടെക്നിക്കാണ് ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ സാമ്പിളിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 4 ടെക്നിക്ക്. ഓക്കെ, ഫർസാന എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ 4 ഇല്ല, കുഴപ്പമില്ല. ഞാൻ പിന്നെ ഒന്നുകൂടി ക്ലാസ് കേട്ടോണ്ട്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചോദിച്ചോട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പിന്നെ ക്ലാസ് ഒരു തവണ കേട്ടോണ്ട്. ഓക്കെ. അപ്പോ നമുക്കിനി അടുത്തത് പഠിക്കാനുള്ള എന്താണ്? അനലൈസിങ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ് എന്തൊക്കെയാണ്? ഇതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഇവിടെ 5 സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത്. അഥവാ ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്ക്രൈബിംഗ് ദ ഡാറ്റ, ദ സെക്കൻഡ് വൺ ഈസ് ഓർഗനൈസിംഗ് ദ ഡാറ്റ, ദ തേർഡ് വൺ ഈസ് കോഡിംഗ് ദ ഡാറ്റ, ദ ഫോർത്ത് വൺ ഈസ് validating that data, and the fifth one is the conclusion. അപ്പൊ നമുക്ക് ഈ 5 സ്റ്റെപ്പുകളും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോ ട്രാൻസ്ക്രൈബിംഗ് ദ ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഡാറ്റ ചിലപ്പോൾ വീഡിയോ ആയിരിക്കും, അതല്ലെങ്കിൽ ഓഡിയോ ആയിരിക്കും, അതല്ലെങ്കിൽ ഇമേജ് ഫയലുകളായിരിക്കും, അപ്പൊ അത് PDF-കളായിരിക്കും. ഒക്കെ എന്താക്കുക, നമ്മളൊരു ടെക്സ്റ്റ് ബേസ് ആയിട്ട് എന്താക്കുക, നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഓഡിയോ ഒക്കെ എന്താക്കുക, ടെക്സ്റ്റ് ആക്കുക. വീഡിയോസിലുള്ള ഒരുപാട് വോയിസുകൾ ഉണ്ടാക്കും, അതൊക്കെ ടെക്സ്റ്റ് ആക്കുക. അങ്ങനെ എല്ലാ ഡാറ്റയും നിന്നൊക്കെ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ഒരു റിട്ടൺ ടെക്സ്റ്റ് ആക്കിയിട്ട് എന്താക്കുക, കൺവേർട്ട് ചെയ്യുക. അതിനെന്ത് പറയാം? ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ആണ്. ഓർഗനൈസിംഗ് ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ പല ഇന്റർവ്യൂസ് ഉണ്ടാകും, അതല്ലെങ്കിൽ പല ആൾക്കാരുടെ ടോക്കുകൾ ഉണ്ടാകും. അപ്പൊ അതെല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് പല ഫയലുകളായിട്ടോ അതല്ലെങ്കിൽ പല ഫോൾഡറായിട്ടോ ഓർഗനൈസ് ചെയ്യാം. തേർഡ് വൺ ഈസ് കോഡിംഗ്. കോഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ
ഓരോ ഫ്രേസുകൾക്കും സെന്റൻസുകൾക്കും അതല്ലെങ്കിൽ പാരഗ്രാഫുകൾക്കൊക്കെ എന്താക്കുക, അതിന് ഓരോ ലേബൽ കോഡുകൾ വെച്ച് കൊടുക്കുക, അസൈൻ ചെയ്യാം. ഉദാഹരണത്തിന് ഇന്റർവ്യൂ ആണെങ്കിൽ ഇന്റർവ്യൂവിൽ എന്തുണ്ടാകും, രണ്ടാൾക്കാർ സംസാരിക്കുന്നുണ്ടാകും. ഇന്റർവ്യൂർ ഉണ്ടാകും, പിന്നെ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളുണ്ടാകും. അപ്പൊ രണ്ടാൾക്കും എന്താക്കുക, അവരുടെ പേര് വെച്ച് എന്താക്കുക, അവർ സംസാരിക്കുന്ന ഭാഗത്ത് ആ പാരഗ്രാഫ് എന്താക്കുക ലേബൽ ചെയ്യും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ഭയങ്കര എളുപ്പമായിരിക്കും. അതിനെന്താ പറയുക, കോഡിംഗ് സെഷൻ എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ സ്റ്റെപ്പാണ് എന്ത്, വാലിഡേഷൻ. വാലിഡേഷൻ എന്ന് പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത്, നമ്മൾ ഒരു പഠനം നടത്തി കഴിഞ്ഞ് ഡാറ്റ കളക്ട് ചെയ്ത് അത് വെച്ച് പഠനം നടത്തി ലാസ്റ്റ് നമുക്ക് റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് കിട്ടിയ ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ കൺക്ലൂഷൻസ് ഒക്കെ കറക്റ്റ് ആണ് എന്നുണ്ടാക്കുക, വെരിഫൈ ചെയ്യുക. ഇതിനെന്താ പറയുക, വാലിഡേഷൻ എന്ന് പറയും. അപ്പോ ഈ വാലിഡേഷൻ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, നമ്മുടെ ഉള്ളിലുള്ള പല മെമ്പേഴ്സ് ഉണ്ടാകും, മെമ്പേഴ്സിനെ വെച്ച് ചെക്ക് ചെയ്യിപ്പിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ഉണ്ടാകും, അതുപോലെ റിവ്യൂ ചെയ്യിപ്പിക്കാം. ഇതൊക്കെ വാലിഡേഷന് യൂസ് ചെയ്യാൻ പറ്റിയ ടെക്നിക്സ് ആണ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പാണ് എന്ത്, കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ് കിട്ടിയത്, നമ്മൾ ഏതൊക്കെ പാറ്റേൺസ് ആണ് കണ്ടെത്തിയത്, നമുക്ക് കിട്ടിയ മൊത്തത്തിലുള്ള ഇന്റർവ്യൂയിലും സർവേകളിലും മൊത്തത്തിലൊരു വിസിബിൾ ആയിട്ടുള്ള തീമുകൾ എന്തൊക്കെയായിരുന്നു, ഓക്കെ, അതൊക്കെയാണ് എന്ത് നമ്മുടെ കൺക്ലൂഷൻ ആയിട്ട് വരിക. അപ്പൊ ഈ കൺക്ലൂഷൻ ഒക്കെ നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യുന്നതിൽ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്തായിട്ടുണ്ടോ, കൃത്യമായി അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്, ഇതൊക്കെ എന്താക്കാം നമുക്ക് ഈ കൺക്ലൂഷനിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഈ ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? എന്ത് സംശയം ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, കോമൺ അനാലിസിസ് ടെക്നിക്സ് ആണ്. അഥവാ അനാലിസിസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള അനാലിസിസ് ഉണ്ടാകും. ഇപ്പോ ഒന്നാമത്തെ എന്ത്, കണ്ടന്റ് അനാലിസിസ് ഉണ്ട്, പിന്നെ നെറേറ്റീവ് അനാലിസിസ് ഉണ്ട്, പിന്നെ തീമാറ്റിക് അനാലിസിസ് ഉണ്ട്. കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത്, നമുക്ക് കിട്ടിയ ഡാറ്റ മൊത്തത്തിലൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് അത് എന്തൊക്കെ കണ്ടന്റുകളാണ് കടന്നു പോകുന്നത്, എന്തൊക്കെ കണ്ടന്റാണ് ചർച്ച ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് അല്ലെങ്കിൽ ഫാക്ടുകളാണ് അതിലുള്ളത് എന്ന് പഠിക്കുക, അതല്ലെങ്കിൽ മനസ്സിലാക്കുക. അതാണ് എന്ത്, കണ്ടന്റ് അനാലിസിസ്. ഇതോ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് മൊത്തത്തിൽ അതിന്റെ സമ്മറി എന്തൊക്കെയാണ്, കണ്ടന്റ് എന്തൊക്കെയാണ്, ഇത് നോക്കുന്നതിനാണ് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷെ നെറേറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ ഔട്ട്പുട്ടിലേക്ക് മാത്രം നോക്കാതെ ആ ഔട്ട്പുട്ട് അവർ എങ്ങനെയാണ് ഡെലിവർ ചെയ്തത്, അഥവാ ആ ഔട്ട്പുട്ട് എങ്ങനെയാണ് അവർ ആ സ്റ്റോറീസ് അവർ എങ്ങനെയാണ് ഏത് ഇമോഷൻസോട് കൂടിയാണ് അവർ ഷെയർ ചെയ്തത്, ഓക്കെ, അവർ എന്ത് നെറേറ്റീവ് ബിൽഡ് ചെയ്യാനായിരുന്നു അവർ ശ്രമിച്ചത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ മനസ്സിലാക്കുന്ന പഠനമാണ് എന്ത്, നെറേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അവർ പറഞ്ഞ കഥകളുടെ ഒരു സ്ട്രക്ചർ, അതല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തത്, അതൊക്കെ വെച്ച് നോക്കുന്നതാക്കാൻ പറ്റും. ഒരു നെറേറ്റീവ് അനാലിസിസ് നമുക്ക് പഠന വിധേയമാക്കാൻ പറ്റും. ഇനി മൂന്നാമത്തേതാണ് എന്ത്, തീമാറ്റിക് അനാലിസിസ്. അപ്പോ നമുക്ക് കിട്ടുന്ന പല ഡാറ്റകളിലും എന്തുണ്ട്, റിപ്പീറ്റ് ആയിട്ട് വരുന്ന അതല്ലെങ്കിൽ പലയിടത്തും കാണാൻ പറ്റുന്ന പല തീമുകൾ ഉണ്ടാകും, പല പാറ്റേൺസ് ഉണ്ടാകും. അപ്പൊ ഈ പാറ്റേൺസ് എവിടെയൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്, ആ ആൾക്കാർക്കിടയിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സോ അതല്ലെങ്കിൽ കണക്ഷൻസോ റിലേഷൻഷിപ്പുകളോ ഉണ്ടോ, പിന്നെ എന്തൊക്കെയാണ് മൊത്തത്തിൽ വന്ന പാറ്റേൺസ്, അങ്ങനത്തെ ഒരു പാറ്റേൺസ് അതല്ലെങ്കിൽ തീമുകൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പഠനമാണ് എന്ത്, തീമാറ്റിക് അനാലിസിസ്. അപ്പോ നമ്മുടെ പല റിസർച്ചേഴ്സിനും പല രീതിയിലായിരിക്കും നടത്തേണ്ടി വരിക, അനാലിസിസ് നടത്തേണ്ടി വരിക. ചിലർക്ക് തീമാറ്റിക് അനാലിസിസ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ചിലർക്ക് അത് നെറേറ്റീവ് അനാലിസിസ് ആയിരിക്കും, ചിലർക്ക് അത് കണ്ടന്റ് അനാലിസിസ് ആയിരിക്കും. അപ്പോൾ സ്വന്തം റിസർച്ച് ക്വസ്റ്റ്യനോട് ഏറ്റവും അലൈൻ ആയിട്ടുള്ള ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, ശ്രദ്ധിക്കണം. ഓക്കെ,
ഇനി നമുക്ക് എന്താക്കാം, മൊത്തത്തില് ഇന്ന് ചർച്ച ചെയ്തതൊന്ന് ഉള്ള ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, അതിന്റെ വേർഡ്സ്, മീനിങ്സ്, ഇമോഷൻസ്, പിന്നെ എക്സ്പീരിയൻസ്, ഇതൊക്കെ ചർച്ച ചെയ്യാനാണ് എന്താക്കുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ കൂടുതലും എന്തായിരിക്കും ഉണ്ടാവുക? വാക്കുകൾ അതല്ലെങ്കിൽ ടെക്സ്റ്റ്, വേർഡ്സ് ഒക്കെ ആണ് ഉണ്ടാവുക, എന്തല്ല നമ്പേഴ്സ് അല്ല. അതാണ് ദ മേജർ ഡിഫറൻസ്. പിന്നെന്തായിരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഏറ്റവും വലിയ കീ കൺസെപ്റ്റ് എന്താണ്? സബ്ജക്ടിവിറ്റി ആണ്. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്, ഒപ്പീനിയൻസ് ആണ്, അത് മാറിക്കൊണ്ടേയിരിക്കും. ഇത് നമ്പേഴ്സ് പോലെ ഒരിക്കലും എന്താവില്ല, ഒരു ഒബ്ജക്റ്റീവോ അതല്ലെങ്കിൽ കൃത്യമായി ലോജിക്കലോ വെച്ച് ലോജിക്കൽ സംഭവങ്ങൾ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ പ്രൈമറി ഗോൾ എന്താണ്? മനുഷ്യന്മാരുടെ ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കുക, അതല്ലെങ്കിൽ സോഷ്യൽ മനുഷ്യന്മാരെ ഒരു സോഷ്യൽ ആനിമൽ ആയിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതൊരു ഇൻഡെപ്തിൽ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ പ്രൈമറി ഗോൾ ആയിട്ട് വരുന്നത്. പിന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് ഇൻഡക്റ്റീവ് അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഥവാ ബോട്ടം ടു അപ്പ്, താഴെ നിന്ന് ഒരുപാട് സ്റ്റോറീസും എക്സ്പീരിയൻസുകളും നെറേറ്റീവ്സും ഒക്കെ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ഒരു തിയറി അതല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ്, അഥവാ ഒരു ഇൻഡക്റ്റീവ് അപ്രോച്ചാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരുപാട് സാമ്പിളിംഗ് ടെക്നിക്കുകൾ നമ്മൾ പറഞ്ഞു. സ്നോബോൾ സാമ്പിളിംഗ് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ്. അഥവാ നമുക്ക് ആക്സസ് ഇല്ലാത്തൊരു വില്ലേജിലേക്ക് അതല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിലേക്ക് ഒരാൾ ത്രൂ കണക്ട് ചെയ്യുകയും പിന്നെ അയാൾ ത്രൂ ബാക്കിയുള്ള ഒരുപാട് മെമ്പേഴ്സിലേക്ക് ഇന്റർവ്യൂ ചെയ്യാനോ സർവേ കളക്ട് ചെയ്യാനോ അങ്ങനെയുള്ള ആളുകളിലേക്ക് അങ്ങനെ ഒരു ചെയിൻ ഓഫ് മെമ്പേഴ്സ് ആയിട്ട് അതല്ലെങ്കിൽ ഒരു സ്നോബോൾ ഇഫക്റ്റ് പോലെ പല ആളിലേക്കും എത്തുന്നതിനാണ് എന്താ പറയുക, സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഡാറ്റയിലെ പല ടെക്സ്റ്റുകൾ ഉണ്ടാക്കും. ടെക്സ്റ്റുകളിലെ പല പാരഗ്രാഫുകൾ, പല സെന്റൻസുകളായിട്ട് ഉണ്ടാക്കും. അപ്പൊ ഓരോ സെന്റൻസിനെയും പാരഗ്രാഫിനെയും അതാരാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഡാറ്റയിലേക്ക് അതല്ലെങ്കിൽ ഒരു വാക്കിലേക്ക് ഒരാളിലേക്കൊക്കെ കണക്ട് ചെയ്ത് ലാബിൽ ചെയ്ത് അസൈൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, കോഡിങ് എന്ന് പറയുന്നത്. അഥവാ അങ്ങനെ ചെയ്യുമ്പോൾ എന്താക്കാൻ പറ്റും, നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് കാറ്റഗറൈസ് ചെയ്യാനും അതല്ലെങ്കിൽ അനലൈസ് ചെയ്യാനൊക്കെ എന്ത് എളുപ്പമാക്കാൻ കോഡിങ് സഹായിക്കും. പിന്നെ ഈ ടെക്സ്റ്റ് ഡാറ്റ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ട്രാൻസ്ക്രിപ്ഷൻ. അഥവാ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങിനെയൊക്കെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിട്ടേൺ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിനായിട്ട് ഒരുപാട് പ്രൊഫഷണൽ ടൂളുകൾ ഉണ്ട് റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്ന. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ചെണ്ണാണ് NVVO, പിന്നെ അറ്റ്ലസ് AI, മാക്സ് QDA. അപ്പൊ ഈ ഇങ്ങനത്തെ ടൂൾസുകളൊക്കെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ മാനേജ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അതിൽ നിന്ന് എന്ത് കാര്യങ്ങളൊക്കെ തീമുകളും പിന്നെ ഒരുപാട് പാറ്റേൺസും എന്തൊക്കെയാണ് അതിന്റെ മൊത്തത്തിൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. പിന്നെ അവസാനം എന്തെങ്കിലും സംശയങ്ങളുണ്ടോ മൊത്തത്തില് ചർച്ച ചെയ്തല്? പിന്നെ ഇന്ന് മൊത്തത്തില് ഭയങ്കര എന്താ പറയാ മനസ്സിലായ അതല്ലെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നിയ എന്തെങ്കിലും എക്സാമ്പിൾസോ അതല്ലെങ്കിൽ പുതിയതായിട്ട് പഠിച്ചൊരു കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടോ അവസാനക്ക് ഇതില്? ഹലോ. ഓക്കെ. അപ്പോ നമ്മളെ ചാപ്റ്റേഴ്സ് ഏകദേശം ഇവിടെ കൺക്ലൂഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് 11ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു 11 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഡാറ്റ അനാലിസിസ് എന്ന പേപ്പറിൽ കവർ ചെയ്യാനുള്ളത്. അപ്പോ ഇൻഷാല്ലാ നെക്സ്റ്റ് മന്ത് ഓൺവേഴ്സ്, നെക്സ്റ്റ് മന്തിലെ ഒരു ഫസ്റ്റ് വീക്കോ അതല്ലെങ്കിൽ സെക്കൻഡ് വീക്കോ നമ്മൾ ഇതിന്റെ
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പിന്നെ മൊത്തത്തിലുള്ള റിവിഷൻ ഒക്കെ അതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോ ഈ ഒരു 11 ചാപ്റ്റേഴ്സിന്റെയും PPT, ഈ പവർ പോയിന്റ് പ്രസന്റേഷനും അതിന്റെ ഷോർട്ട് നോട്ട് വേർഡ് ഫയൽ ആയിട്ടും PDF ആയിട്ടും ഒക്കെ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ ആ ഷോർട്ട് നോട്ട്സിന്റെ ഫയലുകളും ഒക്കെ റെഫർ ചെയ്യുക, പഠിക്കുക. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും പേഴ്സണലായിട്ടോ അതല്ലെങ്കിൽ ഗ്രൂപ്പിലെ സംശയങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മുടെ എക്സാം ഒക്കെ വിചാരിച്ചതിലും എളുപ്പമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോ നമുക്കിവിടെ ഓക്കെ എന്നാലും കൺക്ലൂഡ് ചെയ്യല്ലേ ഫർസാന? ശരി ശരി. ഓക്കെ ഓക്കെ, നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു എവരിവൺ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.